സീമയെ കണ്ടാൽ ആരും ഒന്നും സംശയിക്കില്ല. നഗരത്തിലെ ഒരു IT ഓഫീസിൽ ജോലി, സമയം പാലിക്കുന്നവൾ, വളരെ കുറഞ്ഞ വാക്കുകൾ, ഒരിക്കലും അനാവശ്യമായി ചിരിയില്ല, കരച്ചിലുമില്ല. കാം ആൻഡ് കമ്പോസ്ഡ് എന്നാണ് അവളുടെ അപ്രീഷ്യൽ റിപ്പോർട്ടുകളിൽ എഴുതിയിരുന്നത്. പക്ഷേ അതൊരു ഗുണമല്ലായിരുന്നു, അതൊരു ശീലമായി മാറിയ മിണ്ടാതിരിപ്പായിരുന്നു. സീമയുടെ വിവാഹം കഴിഞ്ഞു. എല്ലാവരും അഭിനന്ദിച്ചു. നല്ല ജോലിയുള്ള ഭർത്താവ്, എഞ്ചിനീയർ, നല്ല ഫ്ലാറ്റ്, നല്ല കുടുംബം. ആദ്യത്തെ മാസങ്ങളിൽ ഭർത്താവ് അജിത്ത് അധികം സംസാരിച്ചില്ല. പക്ഷേ സംസാരത്തിൽ തന്നെ അവൻ്റെ വാക്കുകളിലൊരു നിയന്ത്രണമുണ്ടായിരുന്നു. ഇത് നീ തീരുമാനിക്കേണ്ട, ഇവിടെ ഞാൻ പറയുന്നതാണ് ശരി, നിനക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെയായി അവൻ്റെ വാക്കുകൾ. സീമ അതിനെ വിവാഹത്തിൻ്റെ ഭാഗം എന്നാണ് കരുതിയിരുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, സഹിച്ചാൽ മതി. ആ വാചകം സീമയുടെ ജീവിതത്തിൽ പലതവണ ആവർത്തിക്കപ്പെട്ടു. വാക്കുകൾ പതുക്കെ കയർക്കലായി. കയർക്കൽ നിശബ്ദമായ ഭീഷണിയായി. ഒരു ദിവസം വാക്കിനിടയിൽ ഒരു തള്ള്, വീഴ്ചയില്ല, വേദനയും കുറവ്. അവൾ തന്നെ സ്വയം പറഞ്ഞു, ഇതൊരു വലിയ കാര്യമല്ല. അവൻ പറഞ്ഞു, സോറി, കൺട്രോൾ പോയി. അവൾ വിശ്വസിച്ചു. അടുത്ത തവണ സോറി ഉണ്ടായില്ല. സീമ ആരോടും പരാതി പറഞ്ഞില്ല. കാരണം അവൾക്ക് ചോദ്യം അറിയാമായിരുന്നു. നീ എന്തെങ്കിലും ചെയ്തോ? നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ? ഇത് വീട്ടുകാരറിഞ്ഞാൽ നിൻ്റെ ജീവിതം കൂടി നശിക്കും. പറയുന്നതിന് മുൻപേ അവൾ കുറ്റക്കാരിയാകുകയായിരുന്നു. അതിനാൽ അവൾ മിണ്ടാതിരുന്നു. ഓഫീസിൽ അവൾ കൂടുതൽ ശാന്തയായി. ലോങ് സ്ലീവ് വസ്ത്രങ്ങൾ, കണ്ണാടിയിൽ കൂടുതൽ സമയം. ഒരു സഹപ്രവർത്തക ഒരിക്കൽ ചോദിച്ചു, എവറിത്തിങ് ഓക്കെ? സീമ ചിരിച്ചു, യാ. അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ള കള്ളമായിരുന്നു. രാത്രികളാണ് കഠിനമായത്. അവൻ മിണ്ടാതിരുന്നാലും അവൾ പേടിച്ചു. നിശബ്ദത അവൾക്ക് മുൻകൂട്ടി അറിയിക്കാത്ത ആക്രമണം പോലെ തോന്നി. പക്ഷേ അവൾ ഉറങ്ങാൻ ശ്രമിച്ചു. ശരീരം മാത്രം ഉറങ്ങി. മനസ്സ് എപ്പോഴും ജാഗരൂകമായിരുന്നു. ഒരു ദിവസം ബാത്റൂമിലെ കണ്ണാടിയിൽ അവളൊരു മുഖം കണ്ടു. അത് അവളുടെ തന്നെ മുഖമായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകളല്ല അവിടെ. പ്രതീക്ഷ ഇല്ലായിരുന്നു, പോരാട്ടം ഇല്ലായിരുന്നു. അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ഒരു രാത്രി അവൾ അമ്മയെ വിളിക്കാൻ ഫോൺ എടുത്തു. റിങ്ങി പോകും മുമ്പേ ഫോൺ താഴെ വെച്ചു. ഇപ്പോൾ പറഞ്ഞാൽ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. സീമ വീണ്ടും മിണ്ടാതിരിപ്പിനെ തിരഞ്ഞെടുത്തു. അടുത്ത ആഴ്ച സീമ ഓഫീസിലെത്തിയില്ല. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം ഫോൺ സ്വിച്ച് ഓഫ്. 4-ാം ദിവസം ഫ്ലാറ്റിൽ നിന്ന് ദുർഗന്ധം വന്നതായി സെക്യൂരിറ്റി അറിയിച്ചു. വാതിൽ തുറന്നപ്പോൾ സീമ കിടക്കയിൽ വളരെ ശാന്തമായി. മേശപ്പുറത്ത് ഒരു ചെറിയ കുറിപ്പ്. ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷേ ഓരോ തവണയും ഇത് വലിയ കാര്യമല്ല എന്ന് ആരോ എന്നോട് പറഞ്ഞു. അവസാനം ഞാൻ തന്നെ വലിയ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. വാർത്തയായി, ചർച്ചയായി. ഒരാഴ്ച, പിന്നെ മറ്റൊരു വാർത്ത. ദിനങ്ങൾ മുന്നോട്ട് പോയി. ഓഫീസിൽ സീമയുടെ കസേര മറ്റൊരാൾക്കായി മാറിക്കൊടുത്തു. ഫയലുകൾ കൈമാറി. സംഭാഷണങ്ങളിൽ അവളുടെ പേര് പതുക്കെ പതുക്കെ മാഞ്ഞു. പക്ഷെ ആ സഹപ്രവർത്തക ഇന്ന് ഓർക്കും ആ ചോദ്യം, എവറിത്തിങ് ഓക്കെ? അന്ന് അതൊരു സാധാരണ ചോദ്യം മാത്രമായിരുന്നു. ഇന്ന് അത് ഒരു ആവശ്യമായിരുന്നു എന്ന് അവൾക്ക് തോന്നി. ഈ കഥയിൽ കുറ്റക്കാരൻ ഒരാൾ മാത്രമല്ല. അതിൽ അജിത് കുറ്റക്കാരനാണ്, അവൻ്റെ കൈയും വാക്കുകളും. പക്ഷേ സീമയെ കൊല്ലിച്ചത് അവൻ്റെ കൈകൾ മാത്രമായിരുന്നില്ല. സഹിക്കുക എന്ന് പറഞ്ഞ അമ്മയും കുറ്റക്കാരിയാണ്. എവറിത്തിങ് ഓക്കെ എന്ന് വെറുതെ ചോദിച്ച് യാ കേട്ട് മുന്നോട്ട് പോയ നമ്മളും കുറ്റക്കാരാണ്. ഇത് വീട്ടുകാരറിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന സമൂഹവും കുറ്റക്കാരാണ്. സീമ കുറ്റക്കാരിയല്ല, അവൾ പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ അവൾ തന്നെ കുറ്റക്കാരിയാവുന്ന ലോകത്തിലാണ് അവൾ ജീവിച്ചു വന്നത്. മിണ്ടാതിരിക്കുന്നവരെ ശക്തർ എന്ന് വിളിക്കരുത്. അവർ പലപ്പോഴും സഹായത്തിനായി ശബ്ദമില്ലാതെ കാത്തിരിക്കുന്നവരാണ്. എല്ലാം ശരിയല്ലേ എന്ന ചോദ്യം ഒരു ശീലമാക്കരുത്, അത് ഒരു ഉത്തരവാദിത്തമാക്കണം. ഒരു മനുഷ്യൻ സഹായം ചോദിക്കാതെ തകരുമ്പോൾ അവൻ പറഞ്ഞില്ല എന്നത് ഒരു മറുപടിയല്ല, അത് നമ്മൾ കേൾക്കാതിരുന്നതിൻ്റെ ഒരു തെളിവ് മാത്രമാണ്.